വിളക്കുടി സ്നേഹതീരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ മന്ദിരത്തിൻ്റെ ആശീർവാദവും ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു ചടങ്ങ് കഴിഞ്ഞ് കിട്ടുന്ന പണം റോസലിനമ്മയെ ഏൽപ്പിക്കും, സിസ്റ്ററെ കൊടുക്കും എന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നു, ജീവിതത്തെ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നു. ഞാൻ മനസ്സിലാക്കി, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചപ്പോൾ അവരാരും ഒന്നും കൊണ്ടുപോയി, ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റുന്ന സഹായങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ, ഇതുപോലുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യും. ഇപ്പോൾ സ്നേഹതീരത്തിൻ്റെ ഒരു ബാലഭവനാണെന്ന് തുടങ്ങുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആരാണ് ഇവിടെ അടിസ്ഥാനപരമായ കുഞ്ഞുങ്ങൾ? വർഷങ്ങളായി കഴിക്കുന്ന മൂത്ത മോനിപ്പം +2 കഴിഞ്ഞ് ഡിഗ്രി കഴിക്കണം, അല്ലയോ? അവൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, ഇവിടുത്തെ മൂത്ത മകൻ. ഇതെല്ലാം മക്കളാണ്. ഇളയ മോള് താണ്ട് എവിടെ ഇവിടെ ഇരിപ്പുണ്ട്, അവളെ താഴെ വയ്ക്കത്തേ ഇല്ലായിരുന്നു ഈ സിസ്റ്റർ. എവിടെ പോയാലും ഇതിങ്ങനെ കയ്യിൽ കാണും. സ്വന്തം അമ്മൂമ്മ പോലെ അങ്ങനെ കൊണ്ടുനടക്കത്തില്ല. ഇപ്പോൾ വേറൊരു ചെറിയ കൊച്ചുണ്ട്, അതിനെ ഇങ്ങനെ കമ്മലൊക്കെ ഇടിച്ച് മാലയൊക്കെ ഇടിച്ച് നമുക്ക് കേൾക്കാനൊക്കെ തരുള്ളൂ. ഭയങ്കര നാണാണ്. ഈ കുറച്ച് ദിവസം ഈ സിസ്റ്റർ ഇങ്ങനെ, ഈ സിസ്റ്റർമാരിങ്ങനെ കൊണ്ടുകിടന്ന് ഈ വേഷം ഇടാത്ത ആരെടുത്തവർ വരത്തില്ല. എന്നെ വിളിച്ചാലും പറഞ്ഞാൽ ഞാൻ സിസ്റ്ററുടെ വേഷം ഇടും, അന്നാലും എൻ്റെ അടുത്ത് വരത്തില്ല, അല്ലാത്തവർക്ക് വരത്തില്ല. കാരണം അവർക്ക് ബാക്കിയുള്ളവരൊക്കെ പേടി. ഈ സിസ്റ്റർമാരിങ്ങനെ ഒരാളെടുക്കും, അടുത്ത ആളെടുക്കും, വേറെ ആളെടുക്കും. ഇതെല്ലാം സ്നേഹമാണ് നമ്മൾ കാണുന്നത്. ഈ സിസ്റ്റർ ഏറ്റവും, ഞാൻ എപ്പോഴും സിസ്റ്ററുമായിട്ട് ഇത്രയും വർഷത്തിനടുപ്പത്തല്ല, ഈ സിസ്റ്റർ എന്നും അലട്ടിയിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നിയമത്തിലൊരു വ്യവസ്ഥയിൽ അമ്മ സുഖമില്ലാതിരിക്കുന്ന ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവരോടൊപ്പം നിർത്താൻ പാടില്ല എന്നൊരു നിയമം ഇത് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ ഒരു ഉത്തരവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മക്കളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, സ്നേഹതീരത്തിൽ നിർത്താൻ പറ്റത്തില്ല അവിടെ. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും? സിസ്റ്റർ പല സ്ഥലത്ത്, കോട്ടയത്ത് ഒരു മോനെ 2-3 കുഞ്ഞുങ്ങളെ കോട്ടയത്താക്കും, കുറച്ച് കുഞ്ഞുങ്ങളെ കാഞ്ഞിരപ്പള്ളിയിലാക്കും, ഇങ്ങനെ പല സ്ഥലങ്ങളിലാക്കിയിട്ട് ഇവരെയും അന്വേഷിച്ച് നടക്കുകയാണ്. ഇവരെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ചെന്ന് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? അപ്പോൾ പലപ്പോഴും സിസ്റ്ററോട് സംസാരിക്കാൻ പറയും, കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവൾക്ക് മാർക്ക് കുറവായിരുന്നു, അവന് ഇച്ചിരി മാർക്കുണ്ട്. ഇത് ഒരു അമ്മ കാണുന്നത് പോലെ കാണുകയാണ്, ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? അപ്പോൾ അവരെ എല്ലാം കൊണ്ടുവന്ന് എൻ്റെ കണ്ണു മുമ്പിൽ, ഞാൻ എടുത്തു വളർത്തി നടത്തിയ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ കണ്ണു മുമ്പിൽ എൻ്റെ കൂടെ നിർത്തണം, എൻ്റെ വീട്ടിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സിസ്റ്ററുടെ മനസ്സ്. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണമെന്നും അവിടെയാണ് യഥാർത്ഥ മനുഷ്യൻ ഉണ്ടാകുന്നതെന്നും ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. വൃത്തിയും അച്ചടക്കവും സ്നേഹതീരത്തിലെ കുട്ടികളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. സ്നേഹതീരം പോലെയുള്ള നന്മയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സഹായികളായി മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസലിൻ അധ്യക്ഷയായിരുന്നു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, സിസ്റ്ററെ, ഈ തെരുവിൽ കിടക്കുന്നവർക്ക് ഇത്രയും സുഖസമ്പന്നമായിട്ട് എന്തിനാണ് ഇങ്ങനെ പണിയുന്നത്? ഈ ജനലും കഥകും തടിയുണ്ട് പണിതപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ, ഗവൺമെന്റ് പണിയുന്നത് പോലെ സ്റ്റീലിന്റെ ജനലും കഥകും ഉണ്ടാക്കിയാൽ പോരെ? തീർച്ചയായിട്ടും മതി. പക്ഷേ എന്റെ ചിന്താഗതി അതല്ല. ഞാൻ വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളുടെയൊക്കെ വീട് കാണുമ്പോൾ അവിടെ നിന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വീട് എന്നുണ്ടാകും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വാഹിദ സ്വാഗതം പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലിത്ത കെട്ടിടത്തിൻ്റെ ആശീർവാദം നിർവഹിച്ചു. മാവേലിക്കര രൂപതാധ്യക്ഷൻ ജോഷോ മാർ ഇഗ്നോത്തിയോസ് മെത്രാപ്പൊലിത്ത, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിൽ, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് പ്രവീൺ ജോയ്, പുനലൂർ നഗരസഭാ അധ്യക്ഷ K പുഷ്പലത, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീകല, S മുഹമ്മദ് അസ്ലം, C സജീവൻ, B സുജാത, R പത്മഗിരീഷ്, അദബിയ നാസുദ്ദീൻ, വിളക്കുടി ചന്ദ്രൻ,
എ സജീദ് എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.